നമസ്കാരം. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ പ്രാബല്യത്തിലായി. അതിർത്തി കടന്നുള്ള നിക്ഷേപ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുതിർന്ന ഇറാനി നേതാക്കളെ ഇസ്രയേൽ വധിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന US മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി ഇസ്രയേൽ രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്ത വ്യാജമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. അതിനിടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വഴി കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ കടലാസിലൊതുങ്ങി. തുറമുഖത്തു നിന്ന് നേരിട്ടുള്ള വരുമാനം സംസ്ഥാനത്തിന് ലഭിച്ചു തുടങ്ങാൻ ഇനിയും 8 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ പ്രാബല്യത്തിലായി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കരാർ ഒപ്പുവെച്ചത്. ഒരു രാജ്യങ്ങൾക്കുമിടയിലും സുരക്ഷിതമായ നിക്ഷേപാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു മാർഗമായാണ് നിക്ഷേപ കരാർ. ഈ കരാർ അതിർത്തി കടന്നുള്ള നിക്ഷേപ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉഭയകക്ഷി നിക്ഷേപ കരാർ ഒപ്പുവെച്ചതോടെ സ്വതന്ത്ര വ്യാപാര കരാറും ഈ നിക്ഷേപ കരാറും ചേർന്ന് വിപണിയിലേക്കുള്ള മികച്ച പ്രവേശനം, മൂലധന ഒഴുക്ക്, നിക്ഷേപം, ചരക്ക് സേവന വ്യാപാരം എന്നിവയ്ക്ക് വഴിയൊരുക്കും. ഒപ്പം ബിസിനസ് ചെയ്യുന്നതിലെ തടസ്സങ്ങൾ നീക്കുകയും നമ്മുടെ സാമ്പത്തിക സഹകരണത്തിന് വ്യക്തതയും പ്രവചനാത്മകവും സ്ഥിരതയും നൽകുമെന്നും വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. മുതിർന്ന ഇറാനി നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന US മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി ഇസ്രായേൽ. ഇത്തരം വാർത്തകൾ വ്യാജമാണെന്നും യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച റിപ്പോർട്ടുകളാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. ഇസ്രായേലിനെക്കുറിച്ചും ഇറാനി മധ്യസ്ഥരെക്കുറിച്ചും ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച പുതിയ വാർത്ത എപ്പോഴത്തെയും പോലെ വ്യാജമാണെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. US-ഉമായുള്ള മധ്യസ്ഥ ചർച്ചകൾക്കിടയിൽ ഇറാനിലെ 2 മുതിർന്ന നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായി US ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ അറിയിച്ചെന്നായിരുന്നു ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വഴി കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ കടലാസിലൊതുങ്ങി. തുറമുഖത്തു നിന്നും നേരിട്ടുള്ള വരുമാനം സംസ്ഥാനത്തിന് ലഭിച്ചു തുടങ്ങാൻ ഇനിയും 8 വർഷം വരെ കാത്തിരിക്കണം. അനുബന്ധ വ്യവസായ വികസനമാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള വഴിയെന്നിരിക്കെയാണ് ഇതിനുള്ള ശ്രമങ്ങളെയെല്ലാം പെരുവഴിയിലാക്കിയത്. അനുബന്ധ വ്യവസായത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 2 ഏജൻസികളെ ചുമതലപ്പെടുത്തിയിരുന്നു. കിൻഫ്ര 300 ഏക്കറും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് 700 ഏക്കറും കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും 1 ഏക്കർ പോലും വാങ്ങിയില്ല. ഭൂമി ലഭ്യമല്ലാത്തതിനാൽ ഒരു കമ്പനി പോലും നിക്ഷേപവും ഇറക്കിയിട്ടില്ല. കിൻഫ്ര 300 ഏക്കർ കണ്ടെത്തിയതിൽ 50 ഏക്കർ വാങ്ങുന്നതിന് വില നിശ്ചയിക്കാനുള്ള ഫയൽ മാസങ്ങളായി കളക്ടർക്ക് മുൻപിലാണ്. വിസിൽ കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല. തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെൻറ്റിനായി 1000-ലേറെ കപ്പലുകൾ എത്തിയ വകയിൽ അദാനി പോർട്സ് ഇതുവരെ 600 കോടി രൂപ വരുമാനമുണ്ടാക്കി. സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിൽ 80 കോടി രൂപയിൽ താഴെ മാത്രമാണ് ലഭിച്ചത്. അതിൽ ഏറിയ പങ്കും തുറമുഖ പ്രവർത്തനത്തിലുള്ള ക്രെയിനുകൾ എത്തിച്ച വകയിലാണ്. വിഴിഞ്ഞം തുറമുഖത്ത് MSEയുമായുള്ള ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ അതൃപ്തി അറിയിച്ച പശ്ചാത്തലത്തിൽ വിശദീകരണക്കുറിപ്പുമായി അദാനി പോർട്ട് CEO ഓഹരി കൈമാറ്റം ഉണ്ടായാലും വിഴിഞ്ഞത്ത് MSEക്ക് കുത്തവകാശം ഉണ്ടാകില്ലെന്നാണ് അദാനി പോർട്ട് CEO വ്യക്തമാക്കുന്നത്. കേരള സർക്കാരുമായുള്ള നല്ല ബന്ധം തുടരുമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ മാത്രമേ അന്തിമ കരാർ ഒപ്പിടൂ എന്നും അദാനി പോർട്ട് CEO വിശദീകരിക്കുന്നു. സെബിക്ക് നൽകിയ കത്തിൽ പറയുന്നത് പ്രാഥമിക ധാരണയാണ്. സർക്കാരിൻ്റെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കുമെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. സർക്കാരിനായുള്ള അപേക്ഷ പുതുക്കിയതിന് പിന്നാലെയാണ് വിശദീകരണം. സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ അന്തിമ കരാറിൽ ഒപ്പിടില്ലെന്നാണ് പുതുക്കിയ അപേക്ഷയിൽ വിശദമാക്കുന്നത്. മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് അപേക്ഷ പുതുക്കി നൽകിയത്. വിഴിഞ്ഞത്ത് MSE ഓഹരി കൈമാറ്റത്തിൽ അന്തിമ കരാർ ആയിട്ടില്ലെന്നും അദാനി പോർട്സ് വ്യക്തമാക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഓഹരികൾ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ആഗോള ഷിപ്പിംഗ് ഭീമന്മാരായ MSEക്ക് കൈമാറാനുള്ള അദാനി ഗ്രൂപ്പിൻ്റെ നീക്കത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിച്ച മൃദു സമീപനത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി.
ഹൈക്കമാൻഡ് പ്രതിനിധി മുഖ്യമന്ത്രിയെ നേരിട്ട് പാർട്ടി നിലപാട് അറിയിച്ചതായാണ് സൂചന. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ദേശീയതലത്തിൽ സ്വീകരിക്കുന്ന ശക്തമായ നിലപാടുകൾക്ക് വിരുദ്ധമായി കേരള സർക്കാർ നീങ്ങരുതെന്ന് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ച കരാറിലെ സുരക്ഷാ വ്യവസ്ഥകളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്തരുതെന്നും അദാനി ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് സർക്കാർ വഴങ്ങരുതെന്നും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു. മുൻഗണനാ പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചു. 1200 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീട്, 800 cc വരെയുള്ള കാർ ഉൾപ്പെടെയുള്ള 4 ചക്ര സ്വകാര്യ വാഹനം, കൃഷിയോഗ്യമല്ലാത്തതോ മറ്റു തരത്തിൽ ഉപയോഗിക്കാനാവാത്തതോ ആയ 1 ഏക്കറിലേറെ ഭൂമി എന്നിവയുണ്ടെങ്കിലും മുൻഗണനാ കാർഡ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രി അനൂപ് ജേക്കബിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മാനദണ്ഡങ്ങൾ പുതുക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഇൻസ്റ്റന്റ് നൂഡിൽസിലുണ്ടായ സാൽമണല്ലോ ബാക്ടീരിയ വ്യാപനത്തിൽ യൂറോപ്യൻ യൂണിയനിലെ 13 രാജ്യങ്ങളിലും UK-യിലുമായി 106 പേർ ചികിത്സയിൽ. 2025 നവംബർ മുതൽ 2026 ജൂൺ വരെയുള്ള രോഗവ്യാപനത്തിൽ 49 പേർക്ക് ആശുപത്രി പരിപാലനവും ആവശ്യം വന്നതായി യൂറോപ്യൻ സെന്റർ ഫോർ ഡിസീസസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ വ്യക്തമാക്കി. രോഗബാധിതരിൽ ഏറെയും കുട്ടികളും യുവാക്കളുമാണ്. സാൽമൊണല്ല സ്റ്റാൻലി വകഭേദമാണ് വ്യാപിച്ചിരിക്കുന്നതെന്ന് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും അറിയിച്ചു. ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫ്രാൻസ്, ജർമ്മനി, ഹംഗറി, ലാത്വിയ, ലിത്വാനിയ, നെതർലാൻഡ്സ്, നോർവേ, പോളണ്ട്, സ്വീഡൻ, UK എന്നിവിടങ്ങളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോളിയോ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി തുള്ളിമരുന്ന് ആവശ്യമായ കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് ഓരോ വർഷവും കുറയുന്നു. 10 വർഷത്തിനിടെ 6.2 ലക്ഷം കുട്ടികളുടെ കുറവാണുണ്ടായത്. ജനനനിരക്കിലെ ഇടിവാണ് കാരണം. 2016 5 വയസ്സിൽ താഴെയുള്ള 26 ലക്ഷം കുട്ടികളെയാണ് വാക്സിനേഷന് പരിഗണിച്ചത്. എന്നാൽ ഇത്തവണ അത് 19.8 ലക്ഷമായി കുറഞ്ഞു. 2018 മുതലാണ് കുറവ് പ്രകടമായത്. വാക്സിനേഷന് ആരോഗ്യവകുപ്പ് പരിഗണിക്കുന്ന കുട്ടികളിൽ 88 മുതൽ 96% പേർ ഒറ്റ ദിവസം തുള്ളിമരുന്ന് സ്വീകരിക്കാറുണ്ട്. ബാക്കിയുള്ളവർ തൊട്ടടുത്ത ദിവസങ്ങളിലും സ്വീകരിക്കുകയാണ് പതിവ്. പുതുതലമുറ ദമ്പതിമാരിൽ പലർക്കും ഒരു കുട്ടി മതിയെന്ന നിലപാടും കുട്ടികൾ കുറയാൻ കാരണമായതായി ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. കുട്ടികൾ കുറഞ്ഞതോടെ വാക്സിനേഷനുള്ള സർക്കാരിൻ്റെ ബാധ്യതയും കുറഞ്ഞു. 2016 26 ലക്ഷം കുട്ടികൾക്ക് വാക്സിൻ നൽകാനായി 1.30 ലക്ഷം വാക്സിനാണ് വേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ ലക്ഷം വയൽ മതി. 30,000 വയലിൻ്റെ കുറവ് രേഖപ്പെടുത്തി. ഒരു വയൽ വാക്സിൻ 18 മുതൽ 20 കുട്ടികൾക്ക് കൊടുക്കാം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാലാവസ്ഥ മോശമായതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. താലൂക്കുകളിൽ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ജില്ലയിലെ ജലാശയങ്ങളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലും തുടരുന്ന മഴയുടെ സാഹചര്യവും മുൻനിർത്തിയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും കുറഞ്ഞു. ഇതോടെ സ്വർണം ഗ്രാമിന് 13,450 രൂപയും പവന് 1,07,600 രൂപയുമായി. 18 ഗ്രാം സ്വർണ്ണ ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 11,055 രൂപയും പവന് 160 രൂപയും കുറഞ്ഞ് 88,440 രൂപയുമായി. വെള്ളി ഗ്രാമിന് 240 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.